ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് കൂടെയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ലുലു മാളിലേക്കാണ് നേരെ പോയത് കേട്ടോ. ചുമ്മാ ഒരു ടൈം പാസ്, ചുമ്മാ ഒന്ന് ലുലു ഒക്കെ കാണാൻ. ഇവിടെ ഇലക്ട്രോണിക് സിറ്റിയിൽ E5 എന്ന് പറഞ്ഞ ഒരു മാളിൽ ലുലു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് കാണാൻ പോയതാണ്. പിന്നെ ലുലുവിൽ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, പ്രത്യേകിച്ച് കുട്ടികളായിട്ട് പോകുന്നവർ, ഒരു ട്രോളി, വലിയ ട്രോളി കിട്ടും. ഇങ്ങനെ അങ്ങ് ഇരുത്തിക്കൊണ്ട് പോവുക, നമ്മൾ സേഫാണ്, അവരുടെ പുറകെ ഓടണ്ട. ഈ നിവ്യയുടെ ക്രീം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഓർമ്മ വരുന്നത്, പണ്ട് ഗൾഫിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൊണ്ടുപോയി തന്നെ അതേ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ബാംഗ്ലൂർ ഡേയ്സിലെ നസ്രിയ ഫ്രിഡ്ജ് തുറക്കുന്ന സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഇങ്ങനെ ഒന്നും മേടിക്കാനൊന്നും അല്ല, ഗ്രോസറീസേ മേടിക്കത്തുള്ളൂ. എന്നാലും ഇങ്ങനെ കുറേ സാധനങ്ങൾ, ഇതൊക്കെ കുടിച്ചിട്ടുണ്ടാണെങ്കിൽ ഒന്ന് പറയണത് എന്താണെന്ന് കേട്ടോ. ഒന്നും മനസ്സിലായില്ല, എന്തോ ബിവറേജ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചോദിക്കാനുള്ളത്, ഇങ്ങനത്തെ റെഡി ടു ഈറ്റ് ഫുഡ് നിങ്ങൾ മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എല്ലാ കറികളും, ഇവൻ ചിക്കൻ സ്റ്റൂ, ബിരിയാണി, മീൻ പീര തേങ്ങ വറുത്തരച്ചത്, അങ്കമാലി മാങ്ങക്കറി, ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം. ഇത് കാണുമ്പോൾ +2 ഓർമ്മ വരുന്നില്ലേ? പിന്നെ കുറേ കോയിൻസ്, പണ്ടൊക്കെ എന്തോരം നടന്നിട്ടുണ്ടെന്ന് അറിയാം. കോയിൻസിന് വേണ്ടി വീട്ടിൽ അടിയായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കവർ കിട്ടി ഇങ്ങനെ നിൽക്കണം, ആർക്കും വേണ്ട. കുറേ ചട്ടികൾ, പാത്രങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ പൈസയൊക്കെ നോക്കിയിട്ട് അവിടെ തന്നെ തിരിച്ച് വെക്കും. അത്ര റിച്ചൊന്നും അല്ലാത്തത് കൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ബാംഗ്ലൂരൊക്കെ താമസിക്കുമ്പം കുറേ പാത്രങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വേസ്റ്റാണ്. അതുകൊണ്ട് അതൊക്കെ കണ്ട്, പിന്നെ മീനൊക്കെ അവിടെ, മീനും എല്ലാ സാധനങ്ങളും ഒന്നും വിടൂല, എല്ലാം മുക്കുമൂലയൊക്കെ കണ്ട്, കുറേ പച്ചക്കറികൾ, പഴങ്ങൾ, ഇതൊക്കെ കാണലാണ് എൻ്റെ മെയിൻ പരിപാടി. അത് കണ്ടങ്ങ് ആസ്വദിക്കുക. എന്നെപ്പോലെ കുറേ ഭ്രാന്ത് പിടിച്ച പെണ്ണുങ്ങളും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് കുഴപ്പമില്ല. എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനെയല്ലേ, മീൻസ് ഒന്നും മേടിക്കേണ്ട, അവർക്കൊരു ലൈം ജ്യൂസ് എങ്കിലും അവസാന നിമിഷത്തിൽ മേടിച്ച് കൊടുത്താൽ മതി. പക്ഷേ ഒരു മാളിലേക്ക്, ഒരു ഡ്രസ്സിങ് കടയിലോട്ട് അങ്ങ് കയറ്റിവിട്ട് കഴിഞ്ഞാൽ അവർ 2 മണിക്കൂറത്തേക്ക് പിന്നെ അവരുടെ കാര്യമേ നോക്കണ്ട, എന്തോ ആ ഒരു ലോകത്തായിട്ട് അങ്ങ് ആയിപ്പോകും. അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാനും, അൺഫോർച്ചുനേറ്റ്ലി. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ നോർമലി ലുലുവിൽ പോകുമ്പോൾ ലുലുവിൽ ഫുഡ് കോർട്ടിൽ നിന്ന്, ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലുള്ള ഫുഡ് കോർട്ടിൽ നിന്ന് എന്താണോ സാധനങ്ങൾ വേണ്ടത് അത് അവിടെ നിന്ന് ചൂടാക്കിയിട്ട് മേടിച്ചിട്ട് മേളിൽ ഫുഡ് കോർട്ടിൽ പോയിരുന്നാൽ കഴിക്കാറ്. അതാണ് കുറച്ചുകൂടി ലാഭമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഫുഡ് കോർട്ടിൽ ഭയങ്കര പൈസയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ കണ്ടങ്ങ് എല്ലാം മേടിക്കാൻ തോന്നും. അതാണ് ഈ ലുലു മാളിൻ്റെയും എല്ലാ മാളുകളുടെയും ഒരു പ്രത്യേകത. പക്ഷേ ലുലുവിൽ പോയാൽ കുറച്ച് പൈസ കുറവും കൂടി ഉള്ളതുകൊണ്ട് നമ്മളങ്ങ് മേടിച്ച് പോകും. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അച്ചാറുകളൊക്കെ കാണണം. ഇത് ചീസാണെന്ന് തോന്നുന്നു, വെറൈറ്റി ഓഫ് ചീസാണ്. സ്വീറ്റ്സ് ഉണ്ട്, ഹലുവ, അച്ചാർ, പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്, അവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോൾ കാണിക്കാം. ഇങ്ങനെ നീണ്ടൊരു മാല പോലത്തെ ഒരു ബില്ല്. പിന്നെ ഞങ്ങൾ ഫുഡിന് മേടിച്ചത് ഒരു പാസ്തയാണ്. പിന്നെ അത് മയോണൈസാണ് കേട്ടോ. മയോണൈസ് പാത്രങ്ങളൊക്കെ താഴെ നിന്ന് മേടിച്ചിട്ട് വേണം പോകാൻ. ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, മാക്രോൺസ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് മിൻറ്റിൻ്റെ ഒരു ജ്യൂസ് മേടിച്ചു, പിന്നെ ഗ്രേപ്സിൻ്റെ ജ്യൂസ് മേടിച്ചു കേട്ടോ. അത് വളരെ അഫോർഡബിൾ ആയിരുന്നു. ഇത് രണ്ടും എന്താണെന്ന് പോലും അറിയാതെ മേടിച്ചതാണ്, പക്ഷേ നല്ല സാധനമായിരുന്നു കേട്ടോ. ഈ നാട്ടിൽ നിന്ന് അമ്മമാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോകട്ടെ. കാരണം ഈ മാളിലൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഒരു എല്ലാ ഫ്രൂട്ട്സ് വെജിറ്റബിൾസും കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ് അവർക്ക് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.